ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്ന് നമുക്കൊരു പാസ്ത തയ്യാറാക്കിയാലോ. ഇതിലേക്ക് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും അതിനെ നമുക്ക് അരിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. ഇതേസമയം ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഇടാം. കുറച്ച് പനീറിൻ്റെ കഷ്ണങ്ങൾ അതിലിട്ട് ചെറുതായിട്ട്, ഒരുപാട് മൂത്ത് വരണ്ട, അതിന് മുന്നേ കോരിയെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മഞ്ഞൾ പൊടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ആ പച്ചമണം മാറിപ്പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. പച്ചക്കറി ഒരുപാട് കുക്കായി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ പച്ചമണം മാറി വരുന്നവരെ അത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. മസാലയും പാസ്തയും എല്ലാം നല്ലപോലെ മിക്സായി വരുമ്പോൾ കുറച്ച് ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാം. ചീസ് നല്ലപോലെ മെൽറ്റായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാസ്ത റെഡി.